വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി.ടി. ജയദേവൻ. സുഗതകുമാരി ടീച്ചറുടെ അതിസുന്ദരമായ ഒരു കവിതയുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ എന്നാണ് ആ കവിത തുടങ്ങുന്നത്. പിന്നീട് നിർഭയയായി ഒറ്റയ്ക്കു നടക്കാനും ഒറ്റയ്ക്കു പാടാനും ഒറ്റയ്ക്ക് ഉറങ്ങാനും അവസാനം ഒറ്റയ്ക്കു വീണു മരിക്കാനും പഠിച്ചു കഴിഞ്ഞു ഞാൻ എന്ന് ആ കവിത വിടർന്ന് അവസാനിക്കുന്നു. മനുഷ്യജീവിതത്തിന് അനിവാര്യമായും പേറേണ്ടി വരുന്ന ഒറ്റയ്ക്കാവലിലെ സമുദ്രത്തെക്കാൾ ആഴമേറിയ ദുഃഖം ഈ കവിതയുടെ ധ്വനി. കവിതയിലെ ഒറ്റയ്ക്കാവൽ ജീവിതം പൊതിഞ്ഞു കെട്ടിത്തരുന്ന ഒറ്റയ്ക്കാവലാണ്. വേണ്ടെന്ന് നിരസിക്കാനാവാതെ ഓരോരുത്തരും ഏറ്റുവാങ്ങേണ്ടി വരാറുള്ള ഒറ്റയ്ക്കാവൽ. എന്നാൽ സ്വയം തുന്നിക്കൂട്ടിയെടുക്കുന്ന ഒരൊറ്റയ്ക്കാവലുണ്ട്. ജീവിതം എന്ന കൊട്ടാരത്തിൽ നിന്ന് സിദ്ധാർത്ഥൻ എന്നു പേരുള്ള രാജകുമാരൻ ആ വിധം ഒറ്റയ്ക്കാവലിലേക്കാണ് ഒരു നിലാവു രാത്രിയിൽ ഇറങ്ങിപ്പോയത്. ബോധിവൃക്ഷച്ചുവട്ടിൽ അയാൾ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു. ധ്യാനമെന്നാൽ ഒറ്റയ്ക്കാവാനുള്ള പഠനമത്രേ. ഏകാന്ത പാതയോരത്തെ പൂമരം പോലെ ഒറ്റയ്ക്കിരിക്കുകയും ആനന്ദനും ആനന്ദിയും ആവാനുള്ള പഠനം. ഒറ്റയ്ക്കിരുന്നും ഒരാൾക്കും വേണ്ടിയല്ലാതെ പൂവണിയാനുള്ള പഠനം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും കഠോരമായ ഭയങ്ങളിലൊന്ന് ഒറ്റയ്ക്കായി പോകുമോ എന്ന ഭയമാണെന്ന് നമുക്കറിയാം. കുഞ്ഞായിരിക്കെ അച്ഛനമ്മമാരുടെ സംരക്ഷണമില്ലാതെ ഒറ്റയ്ക്കായി പോകുമോ എന്ന ഭയം. മുതിരുമ്പോൾ കാമുകനോ കാമുകയോ ഉപേക്ഷിച്ച് ഭർത്താവോ ഭാര്യയോ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം. വൃദ്ധകാലത്ത് മക്കൾ ഒറ്റയ്ക്കാക്കുമോ എന്ന ഭയം. ഈ ഭയമാണ് ബന്ധങ്ങളെ അസ്വതന്ത്രവും അസുന്ദരവുമാക്കുന്നത്. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും ജീവിതത്തെ അസുന്ദരവും ദുർബലവുമാക്കുന്നു. ഒരു ഉപാധിയുമില്ലാത്തതും ഭയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്തതുമായ ശാന്തതയിലാണ് മനുഷ്യബന്ധങ്ങൾ സുഖകരം ആകുന്നത്. സന്തോഷവാനും സന്തോഷവതിയുമായി ഒറ്റയ്ക്കാവാനുള്ള പ്രാപ്തി കുട്ടിക്കാലം മുതൽ പരിശീലിക്കണം. എന്തൊക്കെ കാര്യം ഒറ്റയ്ക്കു ചെയ്യാമോ അക്കാര്യമൊക്കെയും ഒറ്റയ്ക്കു ചെയ്യാൻ ശീലിപ്പിച്ചുകൊണ്ടായിരിക്കും ബോധവതിയായ ഒരമ്മയും ബോധവാനായ ഒരച്ഛനും ഉത്തരവാദിത്വമുള്ള ഏതു ഗുരുവും ഒരു കുഞ്ഞിനെ ജീവിതം പഠിപ്പിക്കുക. ഒറ്റപ്രാപ്തി എന്നതിനർത്ഥം ആരോരുമില്ലാതെ ഒരിടത്ത് ഒറ്റയ്ക്കായിരിക്കുക എന്നതല്ല. തന്നിൽ തന്നെ തൃപ്തിയുള്ളയാളും തന്നിൽ നിന്നു തന്നെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ആളും ആയിരിക്കുക എന്നതാണ്. ഏതു പ്രായത്തിലും ഒറ്റപ്രാപ്തിക്കായുള്ള പരിശീലനം തുടങ്ങാവുന്നതാണ്. സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യവും പ്രവർത്തന സാധ്യതകളും കണ്ടെത്തൽ ഒറ്റപ്രാപ്തി പരിശീലനത്തിലെ പ്രധാന സംഗതിയാണ്. ജീവിതം, പുറം ലോകം പലവുരു ആവർത്തിച്ചു പറഞ്ഞ് ഒന്നിനും കൊള്ളാത്ത ഒരു സൗന്ദര്യവുമില്ലാത്ത കുറ്റവാളിയായ ഒരാളാണ് താൻ എന്ന ബോധത്തോടെയാവും നമ്മിലേറെ പേരും ജീവിക്കുന്നത്. അതുകൊണ്ട് ആദ്യം വേണ്ടത് ടോട്ടോച്ചാൻ നോവലിലെ കോബയാഷി മാഷ് ടോട്ടോച്ചാനോട് പറയും പോലെ അവസരം കിട്ടുമ്പോഴൊക്കെ തന്നോട് തന്നെ നീയൊരു മിടുക്കനാ കേട്ടോ, മിടുക്കത്തിയാ കേട്ടോ എന്നു പറയലാണ്. തനിച്ചിരുന്ന് മൂളിപ്പാട്ട് പാടാനും നൃത്തം ചെയ്യാനും ചിരിക്കാനും കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരയാനും പരിശീലിക്കണം. പതുക്കെ ആരൊക്കെയൊപ്പമുണ്ടായാലും തകരാത്ത വിധം സുഖകരവും പ്രശാന്തവുമായ ഏകാന്തത നമുക്കോരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയും വിധം നമ്മുടെ ഒറ്റപ്രാപ്തി ആഴത്തിൽ വേരിറക്കമുള്ളതായി മാറും. മനുഷ്യജീവിതം പല അടരുകളും പല മാനങ്ങളുമുള്ളതാണെന്ന ബോധപ്പെടലിലത്രേ ജീവിത ദുഃഖങ്ങളുടെ സ്ഥായിയായ പര്യവസാനം. സിദ്ധാർത്ഥൻ തനിച്ചിരുന്നറിഞ്ഞ ആ അനന്തപാഠം നമുക്കോരോരുത്തർക്കും അനുഭവിച്ചറിയാനാകും. ഒറ്റയ്ക്കിരിക്കാൻ, ഒറ്റയ്ക്കു നടക്കാൻ, പാടാൻ, നൃത്തം വയ്ക്കാൻ പഠിച്ചു കഴിയുമ്പോൾ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് വി.ടി. ജയദേവൻ.